കതിർനിലാവിരൽ തൊടും നേരം ശ്രുതി നീട്ടും വരജപമായി നീ. അൽഫോൻസേട്ടൻ്റെ മെലഡീസ് ഭയങ്കര സ്ട്രോങ് മെലഡീസ് ആണ്. എനിക്ക് കുറെ അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടുണ്ട് ഒരു പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും. അത് ഈ ഹാപ്പിനെസ് പുറത്തുള്ള ഒരു സാധനത്തിലേക്ക് അസൈൻ ചെയ്യാണ്ട് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പ്രസന്റ് മൊമെന്റ് എന്നാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? ഫുഡ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് നല്ല ഭക്ഷണം തന്നാൽ ഞാൻ നല്ലോണം കഴിക്കും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്ന പിന്നെ ആർക്കും എന്തും പറയാലോ. നമ്മൾ മിണ്ടി അതിന്റെ താഴെ വന്ന് വെറുതെ വെറുതെ ചിത്തൊളിച്ചിട്ടു ഇങ്ങനെ ഒരു കാര്യം വെറുതെ ചിത്തൊളിച്ചിട്ടു. ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു കുറെ നാള്. Because you're trained to be independent and 100% in everything. നമുക്ക് സഹായം ചോദിക്കാൻ പലപ്പോഴും മടിയുണ്ടാവും. എന്റെ എല്ലാ ലൈവിലും ഞാനത് പാടുമായിരുന്നു. ലൈക്ക് പാടുന്നുണ്ട് ഇപ്പോഴും എന്റെ ഓപ്പണിംഗ് സോങ് മുത്തുമഴ കൊഞ്ചലാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പാടുന്ന കുറെ പാട്ടുകളില്ലേ, പഠിച്ചെടുത്ത് പാടാൻ കുറെ ബുദ്ധിമുട്ട്. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് പാടിയൊരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു പാട്ട് റെക്കോർഡിങ്ങില് അങ്ങനെ ആലോചിക്കാം. അങ്ങനെ അതാണ് ചോദിച്ചേ. റെക്കോർഡിംഗ് ഓക്കെ സോറി. കുറെ ടൈം എടുത്തില്ല, പക്ഷെ കുറച്ച് പാടായിരുന്നു അത് പാടാൻ. ഏതറിയോ? മെഹർബ. കാരണം അത് ഞാൻ ഓവർനൈറ്റ് ഡ്രൈവ് ചെയ്ത് ബൈ റോഡ് ആണ് വന്നത് ചെന്നൈയിലേക്ക്. അപ്പൊ രാത്രി ചെന്നൈയില് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയില് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത് എം ജയേന്ദ്രൻ സാറിന്റെ പാട്ട്. ലാസ്റ്റ് പെട്ടെന്നാ വിളിച്ചതേ. അപ്പൊ അങ്ങനെ ഓവർനൈറ്റ് ഐ ഹാഡ് ടു ഗോ. എന്നിട്ട് ചെന്നൈയിലെത്തി ഉറങ്ങാണ്ട വന്നത്. അപ്പൊ ഇതാണെങ്കിൽ ഫുൾ ത്രോട്ടില് പാടണം. അപ്പൊ ഞാന് ഇതിലാ മെഹർബ അത് പാടാനായിട്ട് അപ്പൊ ഞാൻ മെഹേ എന്ന് പറയുമ്പോ ജയേന്ദ്രൻ സാറ് പറയുന്നത് മെഹേല മെഹറുബ എന്ന് പാടണം എന്ന് പറയായിരുന്നു. അപ്പൊ അതെനിക്ക് മെഹറുബ എന്ന് വരാനായിട്ട് ഈ മെഹർബ നമ്മള് സ്പീഡിൽ പറയുമ്പോ മെഹർ അങ്ങനെയല്ലേ വരാം. അപ്പൊ അത് കുറച്ചധികം സമയം എടുത്തു എനിക്ക് അതിലേക്ക് മെഹറുബ. അത് ആക്ച്വലി റെക്കോർഡിങ് ശ്രദ്ധിച്ച് കേട്ടാ അറിയാം. ഞാൻ മെഹറുബ എന്നിങ്ങനെ സ്ട്രെസ് ചെയ്ത് പാടുന്നത് അത് ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാവും. പിന്നെ അത് ഭയങ്കര ഓപ്പൺ ത്രോട്ടിലായിരുന്നു പാടേണ്ടത്. അത് ജിയിലാട്ടാണ് അതിന്റെ സ്കെയിൽ. ഹൈ സ്കെയിലാണ് ഓപ്പൺ ത്രോട്ടഡ് ആയിട്ട് പാടുകയും ചെയ്യണമായിരുന്നു. പിന്നെ അതിന്റെ കോറസ് ഉണ്ടല്ലോ, ഹേ റസിയ, അത് ഭയങ്കര അത് ഓൾറെഡി എടുത്തു വെച്ചേക്കുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ കോറസ് ആണ് അതിന്റെ. അവരിങ്ങനെ ശ്രുതിയും അവരുടെ വോയിസും ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ കോറസ് കിടക്കണേ. അപ്പൊ ഞാൻ ഈ ഉറങ്ങാണ്ട് വന്നോണ്ട് ഞാൻ കൊറേ നേരം എനിക്ക് ആ സ്കെയില് മുട്ടിക്കാനായിട്ട് കൊറേ സമയം എടുത്തു. എന്നിട്ട് സാറിങ്ങനെ പറഞ്ഞു, ആ കോറസ് കേൾക്കൂ ജ്യോത്സ്ന, അവര് എത്ര ശ്രുതിയിലാണ് പാടുന്നത്. അങ്ങനെ കുറച്ച് സമയം എടുത്തു എനിക്ക് മെഹർബയുടെ ഫ്ലോയിലേക്ക് വീഴാൻ. ഐ റിമെമ്പർ ഐ ടുക്ക് എ ലോങ് ടൈം. പക്ഷെ അത് വീണ് കഴിഞ്ഞപ്പോ പിന്നെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം സെറ്റായി. പക്ഷെ അതിലേക്ക് അങ്ങ് വന്ന് വീഴാനായിട്ട് ബിക്കോസ് ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടാൻ പിന്നെ ആ പ്രൊണൗൺസിയേഷന്റെ സാധനം തലയിലുണ്ടായിരുന്നു. എല്ലാം കൂടി കുറച്ച് പിന്നെ ശരിയായിട്ടോ. കഴിഞ്ഞപ്പോ എല്ലാം സെറ്റായി. ശുഭം. പക്ഷെ പാട്ടിറങ്ങിയപ്പോ ഹിറ്റ് മാത്രല്ല, ആ പാട്ട് പലരും പറഞ്ഞിട്ടുണ്ട് മീര ജാസ്മിന്റെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ട് എന്നുള്ളത്. എനിക്ക് ആ തുറന്ന് പാടിയതിന്റെ ഒരു സാധനമാണത്. ആ ടോൺ മീര ജാസ്മിന്റെ ടോണായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞിരുന്നു അത് ഇറങ്ങിയ സമയത്ത്. ഏതെങ്കിലും ഒരു പാട്ടേ പാടുമ്പോ വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് പിന്നെ ഇറങ്ങി ഹിറ്റായി അത്ഭുതപ്പെടുത്തിയ പാട്ടോ, അങ്ങനെ ഒന്നും വിചാരിക്കാനുള്ള വന്ന് പാടി, പക്ഷെ ഇതിന്റെ ഒരു ഹിറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാർ റിസീവ് ചെയ്യുന്ന കണ്ടിട്ട് മനസ്സിലായി ഇത് മേലേമാനത്ത് ആണോ. മേലേമാനത്ത് ഇത്ര ഹിറ്റാവുന്ന ഞാൻ ആക്ച്വലി ഒന്നാമത് അത് ആൽബം സോങ് ആയിരുന്നല്ലോ. സിനിമാ പാട്ട് ഹിറ്റാവുന്ന പോലെയാണ് ആ പാട്ട് ഹിറ്റായത്. അപ്പോ അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് റെക്കോർഡിങ്ങിനാണെങ്കിലും ഒക്കെ ശ്യാമേട്ടന്റെ ശ്യാം ധർമ്മൻ അദ്ദേഹത്തിന്റെ കുറെ
ആൽബംസ് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് ഹിസ് വർക്ക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി പാടി വന്നതാണ്. നല്ലൊരു പാട്ട് പാടി വന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇത്ര ഹിറ്റാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആക്ച്വലി. പക്ഷെ അത് ഭയങ്കര ഫിനോമിനൽ ഹിറ്റായി ആ പാട്ട്. കറക്റ്റ് വേർഡ് അത് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയൊരു പാട്ടാണ്. സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കാത്തിരുന്ന പെണ്ണല്ലേ എന്നുള്ള പാട്ട്. ആ പാട്ടിന്റെ വരികൾ തന്നെ ഭയങ്കര ആ സിറ്റുവേഷനുമായിട്ട് ഭയങ്കര രസമായിട്ട് ആ സ്റ്റോറി മൊത്തം അത്ര നാളും ആ പൊടിമീശക്കാരന്റെയും ഉണ്ടക്കണ്ണയുടെയും സ്റ്റോറി ആ പാട്ടിനകത്ത് വളരെ റെലവെന്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ അതിനകത്ത് ഇടയ്ക്ക് വരുന്ന പോർഷൻ എല്ലാം കൊണ്ടും ആ മനോഹരി രാധേ രാധയുടെ ഒരു പോർഷൻ എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ അത് എറണാകുളം ലാൽ മീഡിയ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അന്ന് നമ്മുടെ പ്രദീപ് പള്ളുരുത്തി, പ്രദീപേട്ടനാണ് അന്ന് അലക്സറിനെ അസിസ്റ്റ് ചെയ്യണത്. അപ്പൊ പ്രദീപേട്ടൻ ഉണ്ടായിരുന്നു ഇതിന്റെ വോയിസ് എടുക്കുന്ന സമയത്ത്. അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു പാട്ടായിട്ട് തോന്നി ശരിക്കും. പിന്നെ ആ പ്രോജക്റ്റ് ആണെങ്കിലും ഒരു എല്ലാരും ഭയങ്കര പ്രതീക്ഷിച്ച് നോക്കിയിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ക്ലാസ്മേറ്റ്സ്. ബിഗ് ബാനർ ആണ് ലാൽ ജോസ് സാറിന്റെ പടം. റെക്കോർഡിങ്ങിന്റെ സമയത്ത് അങ്ങനെ ഭയങ്കര കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഐ തിങ്ക് അന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു പാട്ടാണ് എന്നുള്ളത്. നല്ലൊരു മെലഡിയാണ്. പിന്നെ ദേവേട്ടനാ കൂടെ പാടിക്കണേ, ദേവാനന്ദ് കരിമിഴിക്കുരുവി പാടിയത് അദ്ദേഹമാണ് കൂടെ പാടിക്കണേ. അപ്പം എനിക്ക് ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സത്യം പറഞ്ഞാൽ. ഇറ്റ്സ് എ നൈസ് മെലഡി. ബീങ് എ CMSian, ഞാൻ CMS കോളേജിലാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ആ ഇടനാഴിയിലൂടെ എവിടെ നടന്നാലും നമ്മൾ ചുമ്മാ CMSൽ പഠിക്കുന്ന എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പഠിച്ചവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും കെമിസ്ട്രി ലാബിന്റെ അവിടുത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടുത്തെ ഗുൽമോഹറിനാവട്ടെ, അവിടുത്തെ വഴികളിലാവട്ടെ, എല്ലാം ഈ പാട്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. വീണ്ടും CMSi എന്നുള്ള രീതിയിൽ ഞാനൊരു നന്ദി താങ്കൾക്ക് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൊള്ളാല്ലേ, എന്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്ന സെഷൻ പോലെ ആയിട്ടുണ്ട് ആക്ച്വലി. അതേപോലെ മഞ്ഞ പോലെ ഒരു പെൺകുട്ടിയിലെ അയ്യോ എന്ത് രസമുള്ള അൽഫോൻസേട്ടന്റെ കുറേ നല്ല പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അൽഫോൻസേട്ടൻ എനിക്ക് കുറേ നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. മുത്തുമഴ കൊഞ്ചൽ, ഈ മഞ്ഞുപോലൊരു പെൺകുട്ടിയില്, ഇതിലേ നീ, പിന്നെ ഞാൻ ഈ പറഞ്ഞ ജലോത്സവത്തിലെ പാട്ട്, പയ്യൻസ് പറഞ്ഞൊരു സിനിമയില് തെന്നൽ ചിറകുണ്ടോ എന്നിട്ട് പാടി ഞാനും കാർത്തിക് തന്നെയാണ്. അങ്ങനെ അൽഫോൻസേട്ടന്റെ കുറേ നല്ല പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇതും നല്ലൊരു എന്താ പറയാ നല്ലൊരു സ്വീറ്റ് സോങ് ആണ്. നിഷ്കളങ്കത്വം. അതെ അതെ, അതിലെ ക്യാരക്ടേഴ്സും അങ്ങനെയാണല്ലോ, കുട്ടികളാണല്ലോ. എനിക്ക് ഓർമ്മയുണ്ട് അത് പാടി കഴിഞ്ഞിട്ട് ഞാനൊരു ഈവെന്റിന് കാർത്തിക്കിനെ കണ്ടപ്പോൾ കാർത്തിക് വാസ് ഓൾസോ വെരി എക്സൈറ്റഡ്. കാർത്തിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ജോ മറ്റേ പാട്ട് സോ നൈസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു റിലീസ് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാർത്തിക്കിനും ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടിയൊരു പാട്ടാണ് അത് ശരിക്കും. മുത്തുമഴ കൊഞ്ചൽ നല്ല രസമുള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ വലിയൊരു പടം. അതെ അതെ, വലിയ പടമായിരുന്നു. ആൻഡ് അത് ആക്ച്വലി ബിഗ് ബിയില് അത് കൂടാണ്ട് ആക്ച്വലി അതിൽ ശ്രേയയുടെ ഒരു പാട്ടുണ്ട്, വീട പറയുകയാണോ. അതിലൊരു കുറേ ഹാർമണീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. അതിലും എൻ്റെ വോയിസ് ഉണ്ട് ആക്ച്വലി. ഞാനും സായം കൂടിയിട്ടാണ് സൈനോറയും കൂടിയിട്ടാണ് അതിൻ്റെ ആ വോയിസ് ചെയ്തേക്കണേ. അപ്പൊ ബിഗ് ബിയില് മുത്തുമഴ മാത്രമല്ല, അതിലും ആക്ച്വലി കുറേ വോയിസസും ഹാർമണീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുത്തുമഴ വാസ് സംതിങ്. അത് പാടുന്ന സമയത്ത് ഞാനത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് റിലീസായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ എല്ലാ ലൈവിനും ഞാനത് പാടുമായിരുന്നു. ലൈക്ക് പാടുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ഓപ്പണിംഗ് സോങ് മുത്തുമഴ കൊഞ്ചലാണ്. അതിന് മാറുമെന്ന് എനിക്കറിയില്ല. ഫോർ നൗ എൻ്റെ ഓപ്പണിംഗ് സോങ് ഇസ് മുത്തുമഴ കൊഞ്ചൽ. ബിക്കോസ് ദർ ഇസ് സംതിങ് അബൌട്ട് ദാറ്റ് സോങ്. അതിൻ്റെ മെലഡി, അതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേക ഒരു എനർജിയാണ് എനിക്ക് ആ പാട്ട് പാടുമ്പോ. അത് വിനീതും എൻ്റെ അടുത്ത് പറഞ്ഞു. വിനീതും അത് അധികം ലൈവില് പാടിയിട്ടില്ല. ഞാനാണ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞ എല്ലാ സെക്കൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട്.
ആ പാട്ടിൽ ഏത് പോർഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എനിക്ക് അതിന്റെ ചരണത്തിന്റെ ഫസ്റ്റ് 2 ലൈൻസ് ഏറ്റവും ഇഷ്ടം. അറിയാതെ കനവേണി കതിർനിലാവിരൽ തൊടും നേരം ശ്രുതി നീട്ടും വരജപമായി നിൻ മനസ്സിലെ സ്വരങ്ങളെ തേടും ഞാൻ. അത് അൽഫോൻസേട്ടൻ്റെ മെലഡീസ് ഭയങ്കര സ്ട്രോങ് മെലഡീസ് ആണ്. ഭയങ്കര അത് അൽഫോൻസേട്ടൻ്റെ പിച്ചാണെങ്കിൽ അങ്ങേ അറ്റത്താണ്. ചേട്ടന്റെ പാട്ടുകളൊക്കെ ചേട്ടന്റെ പിച്ചിലാണ് കമ്പോസ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാ നമ്മള് വലിച്ചു പാടുക, ഭയങ്കര ഹൈ ആണ്. പക്ഷെ ഇതെനിക്ക് അറിയാം, കാരണം വെള്ളിത്തിര അൽഫോൻസേട്ടന്റെ ഫസ്റ്റ് മൂവീസ് വെള്ളിത്തിരയുടെ പാട്ടുകൾക്കൊക്കെ ട്രാക്ക് പാടിയേക്കണ ഞാനാ. അപ്പോ അന്നേ എനിക്കറിയാം അൽഫോൻസേട്ടന്റെ പിച്ചിലാണ് ചേട്ടന്റെ എല്ലാ പാട്ടും ചേട്ടൻ കമ്പോസ് ചെയ്യാന്നുള്ളത്. ഹൃദയസഖിയുടെ എല്ലാ ഹൃദയസഖി മെയിൽ സോങ് അല്ല, ഹൃദയസഖിക്ക് ഞാൻ പാടിയിട്ടില്ല. ഞാൻ ബാക്കി മറ്റേ പച്ചമാങ്ങ, പിന്നെ ഏതാണ് കുടമുല്ലക്കടവിൽ, പിന്നെ നീ മണിമുകിലാട്, പിന്നെ വേറെ പാട്ടുള്ള കരിങ്കല്ലിൽ, എല്ലാ പാട്ടും ട്രാക്ക് പാടിയേക്കണ ഞാനാ. അപ്പൊ അതെ. അപ്പൊ അന്നോട്ടുള്ള പരിചയമാണ് അൽഫോൻസേട്ടനായിട്ട്. ചേട്ടന്റെ കുറെ നല്ല പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. ഈ സീരിയലിലെ ഒരു പാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പാട്ടാണ്? ഇപ്പോഴും ഉണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ സീരിയൽ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, ഇപ്പോഴത്തെ സീരിയൽസിന് അങ്ങനെ പാട്ടുകളില്ലാന്ന് തോന്നുന്നു, പക്ഷെ പഴയ എല്ലാ ടൈറ്റിൽ സോങ്സ് ഭയങ്കര പ്രധാനമായിരുന്നു. ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, എല്ലാ മെയിൻ സിംഗേഴ്സ് ഒക്കെ എല്ലാരും പാടുന്നു. അതിലൊന്നാമത് വീണ്ടും അശകുശലെ പെണ്ണുണ്ടോ, ഹൗ അശകുശലെ പെണ്ണുണ്ടോ. അത് എനിക്ക് തോന്നുന്നു 2003-04 ആട്ടെയാണത്. അത് കറുപ്പിനാണിക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം പാടിയതാണ്. അതും ഈ പറഞ്ഞ ഒരു സീരിയൽ ടൈറ്റിൽ സോങ് ആകുമ്പോ നമ്മൾ അങ്ങനെ വിചാരിക്കില്ലല്ലോ. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാ എപ്പിസോഡും തുടങ്ങണതിന് മുമ്പ് ഫുൾ പാട്ട് അവരിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ തമിഴും ചെയ്തിരുന്നു. ഈ സീരിയലിന്റെ തമിഴ് വേർഷനും അതിന്റെ തമിഴ് വേർഷനും ഞാൻ ചെന്നൈയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സെയിം പാട്ട്. അത് എന്നിട്ട് ഇപ്പൊ അന്ന് ചെറിയ കുട്ടികളൊക്കെ നിറയെ പാടി നടന്നിരുന്ന പാട്ടായിരുന്നു അത്. അതിപ്പം ആ പിള്ളേരൊക്കെ വലുതായി, പിള്ളേരുണ്ടാവും മിക്കവാറും. അതെ അവരുടെ പിള്ളേര് പാട്ട് പാടുന്നു. അതെ അത് ഭയങ്കര ഒരു അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കമ്പോസർ ആരായിരിക്കും? മോഹനങ്കിളുടെ കുറെ പാട്ട് പാടിയിട്ടുണ്ട്, അൽഫോൻസേട്ടന്റെ പാടിയിട്ടുണ്ട്. കൂടുതൽ വർക്ക് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ജയേന്ദ്രൻ സാറിന്റെ, ഔസേപ്പച്ചൻ സാറിന്റെ, ഇവരുടെ ഒക്കെ പാടിയിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പം മിക്സ്ഡ് ആണ്, ഫുള്ള് മിക്സ്ഡ് ആണ്. എനിക്ക് എവിടെയെങ്കിലും ഇന്ന ആൾക്ക് കൂടുതൽ എന്നുള്ള രീതിയിൽ ആക്ച്വലി പാടിയിട്ടില്ല. പിന്നെ എനിക്കോട് കമ്പാരിറ്റീവ്ലി മേ ബി മോഹൻ അങ്കിൾ, കാരണം പാട്ടുകള് അല്ലെങ്കിൽ കൂടി ഞാൻ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, റീ റെക്കോർഡിങ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വോയിസസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ മോഹൻ അങ്കിളിന് വേണ്ടിയിട്ട്. കുറേ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ റീ റെക്കോർഡിങ് വോയിസസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് റെക്കോർഡിങ് എക്സ്പീരിയൻസ് കൂടുതൽ ഐ തിങ്ക് ഇറ്റ്സ് വിത്ത് മോഹൻ അങ്കിൾ. ഐ തിങ്ക് ഇപ്പൊ സിംഗിൾസിന്റെ ഒരു ടൈം ആണല്ലോ, എങ്ങനെ പോകുന്നു സിംഗിൾസ്? ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് സിംഗിൾ ഞാൻ ചെയ്യുന്നത് 2017 ഫസ്റ്റ് സിംഗിൾ. അതിനു മുമ്പ് ഞാൻ 2012 ഒരു ഫുൾ 8 ട്രാക്ക് ആൽബം ചെയ്തിട്ടുണ്ട്. 2005 ഒരു 8 ട്രാക്ക് ആൽബം ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സ്വന്തം വർക്ക് ചെയ്യുന്ന ആളാ, അപ്പാർട്ട് ഔട്ട്സൈഡ് ഓഫ് ഫിലിം പ്ലേ ബാക്ക്. ഐ ബിലീവ്, കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നിറയെ ആൽബംസ് ഉള്ള സമയമായിരുന്നു. നമ്മൾ ഇപ്പൊ ഓണത്തിന് ഓണപ്പാട്ടുകൾ വരും. അതുപോലെ ഹിന്ദിയിൽ എത്രയോ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന ശങ്കർജിയുടെ ബ്രെത്ത്ലെസ്, ഹരിഹരൻ സാറിന്റെ കാശ്, അങ്ങനത്തെ എത്രയോ ഐക്കോണിക് ആയിട്ടുള്ള ബാബ സൈഗിൾ, അങ്ങനെയൊക്കെ എത്ര ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന ഒരു സമയമായിരുന്നു 90s. അപ്പം ആ ഒരു കൾച്ചറായിട്ട് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളർന്നു വന്ന ഒരു മ്യൂസിക് ലിസണറാണ് ഞാൻ. അപ്പൊ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. സോ ഈ 2 ആൽബം ചെയ്തു. അതിനുശേഷം ഐ ഡിഡ് ഇനി വരുമോ എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ചെയ്തു. പിന്നെ 2019 പറന്നേ
ചെയ്തു. പിന്നെ ഐ ഡിഡ് കോഫി മഗ്, തേരി കമി, അങ്ങനെ കുറേ പാട്ടുകൾ, ഒരു 6-7 സിംഗിൾസ് എൻ്റെ ചെയ്തിട്ടുണ്ട് ഞാൻ already. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താങ്ക് യു. ഭയങ്കര രസമുള്ള ഒരു സാധനം. എനിക്ക് ആ സമയത്ത് അധികം ഇല്ലല്ലോ, അധികം സിംഗിൾസ് അല്ലാതെ ഒരുപാട് പേര് ചെയ്തിട്ടില്ല. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഇപ്പൊ മെയിൻ സ്ട്രീം സിംഗേഴ്സ് അങ്ങനെ അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിന്ന് കുറെ ആൾക്കാർ ആ പറന്നേക്ക് ആ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ആർട്ടിസ്റ്റിക്കലി ആണെങ്കിലും മ്യൂസിഷ്യൻസ് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത വർക്കാണ്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് പറന്നേ. ഇത്ര നാളത്തെ ഒരു കരിയറിലെ ലൈക്ക് നമുക്ക് ഒരു അവാർഡിനേക്കാൾ മികച്ചതായി കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഐ നോ ഒരുപാട് കോംപ്ലിമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും എനിക്ക് കുറെ അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും, മനസ്സിലായോ? അപ്പം അത് ഭയങ്കരല്ലേ. നമുക്കൊന്നും ചെയ്യാത്ത ആൾക്കാർ നമുക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇഫ് യു ആസ്ക് മീ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡിഡ് ടു ഡിസേർവ് ഇറ്റ്. പക്ഷേ എനിക്ക് ദാറ്റ് വിൽ ഓൾവേസ് ബി സംതിങ് ദാറ്റ് ഐ എം ഇറ്റേർണലി ഗ്രേറ്റ്ഫുൾ ഫോർ. കാരണം ഞാൻ പാടി തുടങ്ങിയ സമയം തൊട്ട് എന്നെ വിളിക്കും, എൻ്റെ പാട്ടുകൾ ഫോളോ ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ദേ ഓൾ സ്റ്റാർട്ടഡ് ആസ് എൻ്റെ പാട്ട് കേൾക്കുന്നവരായിട്ട്. പക്ഷെ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത്, ഈവൻ വെൻ there were times where ഒരുപാട് പേര് വന്ന് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന സമയത്ത് വരെ എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ വളരെ പ്യുവറായിട്ടുള്ള സ്നേഹം തന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഐ ഹാവ് ഏൺഡ് ഇൻ ദീസ് ലാസ്റ്റ് 25 years. എനിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലാവുമ്പോൾ ആളുകൾ പലതും പറയും, നമ്മൾ പറയുന്നതൊക്കെ വളച്ചൊടിച്ച് വേറെ പോലെ ആക്കും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്ന പിന്നെ ആർക്കും എന്തും പറയാമല്ലോ. നമ്മൾ മിണ്ടി അതിന്റെ താഴെ വന്ന് വെറുതെ ചീത്തൊളിച്ചിട്ടു ഇങ്ങനെ ഒരു കാര്യം വെറുതെ ചീത്തൊളിച്ചിട്ടു, മനസ്സിലായോ? അങ്ങനെ കുറേ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റീസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്, നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് പോലും വാട്ട് കീപ്സ് മീ ഗ്രൗണ്ടഡ് ഇസ് ദ ഫാക്ട് ദാറ്റ് ഈ ചീത്ത വിളിക്കുന്ന പോലെ തന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെ ഉണ്ട് എന്നുള്ളതാണ്. സോ വെൻ ഐ സിങ് ഫോർ ദം, വെൻ ഐ ഡു മൈ ഇപ്പം എൻ്റെ സിംഗിൾസ് ചെയ്യുമ്പോൾ ഐ ഡു ഇറ്റ് ഫോർ ദം. സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഐ ഡു ഇറ്റ് ഫോർ ദം. ഞാനത് അവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്നെ ഇത്രയും നാള് ജെന്യുവൻ ആയിട്ട് അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത ആളുകൾ. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് അസറ്റ് ദാറ്റ് ഐ ഹാവ് ഗെയിൻഡ് ഇൻ ദീസ് ലാസ്റ്റ് 25 years. അതിനൊരു ഐ ഫീൽ ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് വേണം ഇസ് വാട്ട് ഐ ഫീൽ. അതെ. എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? ഫുഡ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് നല്ല ഭക്ഷണം തന്നാൽ ഞാൻ നല്ലോണം കഴിക്കും. എനിക്ക് ഡയറ്റ് ഇല്ല, എനിക്ക് ഡയറ്റ് ഒന്നുമില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡയറ്റ്. എനിക്ക് എന്നെ ഭക്ഷണം എക്സൈറ്റ് ചെയ്യാറുണ്ട്, ട്രാവൽ എക്സൈറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് യാത്ര ചെയ്ത സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ പോലും എടുക്കൂല. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്. ഐ ഡോണ്ട് ഹാവ് എനി മെമ്മറീസ്. അത് കാരണം ഞാൻ എനിക്ക് ഒരു സ്ഥലം കാണാൻ പോയാല് പലരും പോകുന്നിടത്ത് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. ഐ ഡോണ്ട് ഡു ഇറ്റ്. എനിക്ക് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണണമല്ല. അപ്പൊ അത് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്റെ മെമ്മറിയിലേ ഉള്ളൂ. എനിക്ക് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ ആ മൊമെന്റില് അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഫോണിന്റെ ശല്യം ഇല്ല, എന്റെ സെൻസസ് കൊണ്ടാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പോൾ ഇറ്റ് ഈസ് എച്ച്ഡ് ഇൻ മൈ മെമ്മറി. പക്ഷെ എനിക്ക് എടുത്ത് നോക്കാനായിട്ട് മിക്കപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല. ഇതുവരെയുള്ള ലൈഫിലെ 2 ചോദ്യം. എന്തിനെ ഒഴിവാക്കി, എന്തിനെ ഉൾക്കൊണ്ടു? അയ്യോ, ഭയങ്കര ചോദ്യമാണല്ലോ. എന്തിനെ ഒഴിവാക്കി, എന്തിനെ ഉൾക്കൊണ്ടുന്നോ? ആവശ്യമില്ലാന്ന് തോന്നുന്നൊക്കെ ഒഴിവാക്കി. അതായത് ഇപ്പൊ പറയുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുവാണെങ്കിലും ആവശ്യമില്ലാത്ത ആളുകൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ലൈഫ് ടീച്ചേഴ്സ് യു ലെസൺസ്. അതായത് നമുക്ക് ആളുകളായാലും അല്ലാണ്ടായിട്ടുള്ളതായാലും എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസസ് ആയാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് വരുമല്ലോ ഒരു പ്രായമായി കഴിയുമ്പോൾ. അപ്പം അങ്ങനെ ആവശ്യമില്ലാന്ന് തോന്നുന്നതെല്ലാം ഒഴിവാക്കി എനിത്തിങ് ദാറ്റ് എഫക്ട്സ് മൈ സാനിറ്റി, എനിത്തിങ് ദാറ്റ് എഫക്ട്സ് മൈ പീസ് ഓഫ് മൈൻഡ് ഒഴിവാക്കി. ബിക്കോസ് ഏറ്റവും പ്രയോറിറ്റി അതാണ്. നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമുക്ക് ഇനി അധികം നമുക്കറിയില്ല നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നെന്നും. അപ്പോൾ പ്രയോറിറ്റൈസ് യുവർ പീസ് ഓഫ് മൈൻഡ്. അതൊരു വലിയ ലെസണാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ സമ്മതിക്കാത്ത എന്തൊക്കെ സാഹചര്യങ്ങളാണോ എന്തൊക്കെ ആളുകളാണോ അവരൊക്കെ ഒഴിവാക്കുക. പിന്നെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് 100% ഇൻ ടേംസ് ഓഫ് ഐഡിയോളജി പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറി മൊമെന്റ്. അതായത് ഇപ്പം നമ്മൾ ഇത് വരുമ്പോൾ ഐ ബി ഹാപ്പി, അല്ലെങ്കിൽ ഈ സാധനം എനിക്ക് ആ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഐ ബി ഹാപ്പി, അല്ലെങ്കിൽ ആ ഒരു കമ്പോസറിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഐ ബി ഹാപ്പി, അല്ലെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഐ ബി ഹാപ്പി. അത് ഈ ഹാപ്പിനെസ് പുറത്തുള്ള ഒരു സാധനത്തിലേക്ക് അസൈൻ ചെയ്യാണ്ട് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പ്രസന്റ് മൊമെന്റ്, ബി മൈൻഡ്ഫുൾ ഓഫ് വെയർ യു ആർ ഇൻ ദിസ് മൊമെന്റ് റൈറ്റ് നൗ. അപ്പോൾ എനിക്ക് ആങ്സൈറ്റി ഉള്ള ആളാണ്, ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി ഉള്ള ആളാണ്. അപ്പം ആങ്സൈറ്റി ഉള്ളപ്പോൾ വാട്ട് വി ഡു ഇസ് ഐദർ വി ആർ ഇൻ ദ പാസ്റ്റ് ഓർ വി ആർ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ, അല്ലെങ്കിൽ എന്തോ കഴിഞ്ഞൊരു സാധനം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. സോ ഇതിനൊരു ഒരു ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രോസസ്സിൽ ഞാൻ അറിഞ്ഞതാണ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് allow yourself to be in the present. It's not easy. അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, സമയമെടുക്കും. പക്ഷെ ഐ എം ട്രൈങ് ടു ബി ഇൻ ദ പ്രസന്റ്. അപ്പം പ്രസന്റ് മൊമെന്റ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. ബ്യൂട്ടിഫുള്ളി ആൻസർ. ഏറ്റവും വലിയ സപ്പോർട്ടിങ് സിസ്റ്റം എന്തായിരിക്കും ജോത്സനയുടെ ലൈഫ്? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ലൈഫ് നോക്കുമ്പോൾ 100% ഫാമിലിയാണ്. ഐ എം എ മദർ. ഐ എം എ വെരി ഇൻവോൾവ് മദർ. അപ്പം എനിക്ക് പക്ഷേ എൻ്റെ ജോലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലിയാണ്. ട്രാവൽ ചെയ്യണം, ദിവസങ്ങൾ അടുപ്പിച്ച് ട്രാവൽ ചെയ്യണം, പലപ്പോഴും വീട്ടിലുണ്ടാവാൻ പറ്റാറില്ല. ബട്ട് വെൻ ഐ എം ഹോം ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ ആം ദെയർ. അപ്പോൾ ഇത് എനിക്ക് ചെയ്യണമെങ്കിൽ ഐ നീഡ് സപ്പോർട്ട്. യു റിക്വയർ എ വില്ലേജ്. അതാണ് ഇപ്പോഴത്തെ ഇപ്പോൾ പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ ടു ഔട്ട്സോഴ്സ് ദി അതർ വർക്ക്, അതിനൊരു സപ്പോർട്ട് സിസ്റ്റം പലർക്കും ഇല്ല. പക്ഷെ ഐ ബിലീവ് ദറ്റ് എൻ്റെ ഒരു പ്രിവിലേജും അതാണ്, ദറ്റ് ഐ ഹാവ് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം വേർ കുറച്ച് ഇപ്പം എനിക്ക് എന്തെങ്കിലും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുക, വർക്ക് വൈസ് മാറി നിൽക്കുകയൊക്കെ ചെയ്യാൻ വന്നാലും എന്നെ അതിൽ ഹെൽപ്പ് ചെയ്യാൻ, ബാക്കി കാര്യങ്ങൾ തകർന്നു പോവാതെ പിടിച്ചു നിർത്താനായിട്ട് ഐ ഹാവ് മൈ ഫാമിലി വിത്ത് മീ, ടച്ച് വുഡ്, ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം. അതായത് ഒരാൾക്ക് ഒരു മില്യൺ ജോലികൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ആൻഡ് നമുക്ക് പറ്റുന്നിടത്തൊക്കെ ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു കുറേ നാള്. ബിക്കോസ് യു ആർ ട്രെയിൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് 100% ഇൻ എവറിത്തിങ്. നമുക്ക് സഹായം ചോദിക്കാൻ പലപ്പോഴും മടിയുണ്ടാവും. ബട്ട് ദ തിങ് ഈസ്, നമ്മൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം വൃത്തിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. So, it's, so my biggest support system is 100% a family who understands and honors. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് വൺ സൈഡഡ്. ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഐ ഡു വാട്ട് ഐ ക്യാൻ. സോ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. സോ ഐ തിങ്ക് 100% ഇറ്റ്സ് ഫാമിലി. ഏതെങ്കിലും ഒരു പാട്ട് ഭയങ്കരമായി ഹിറ്റ് അടിച്ചില്ല എന്നാൽ എൻ്റെ ഫേവറേറ്റിൽ നിൽക്കുന്ന, ഞാൻ പാടി ഒരുപാട് ആസ്വദിച്ച് പാടിയതാണ് എന്നുള്ളൊരു പാട്ടുണ്ട്?
ഈ അൽഫോൻസ് ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ട് പറഞ്ഞില്ല, ജലോത്സവത്തിലെ. ജലോത്സവത്തിലെ. അതാ പാട്ട്. അത് അങ്ങനെ അറിഞ്ഞിട്ടില്ല ആരും. ആ പടത്തിൽ വന്നിട്ടുള്ള വേണുചേട്ടന്റെ വേർഷനാ, വേണുഗോപാൽ. ഓക്കെ ഓക്കെ. വേണുചേട്ടന്റെ വേർഷനാണ് സിനിമയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് കാസറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പാടി, ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാ അത്. ആണല്ലേ? ഓക്കെ. കണ്ണീരിന്റെ കായൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവസാനമായി ഞങ്ങൾക്കൊരു പാട്ട് പാടി നിർത്താനാണെങ്കിൽ ഇത് പാട്ട് പാടിത്തരാം. എനിക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആണോ? ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. എന്താണ്? പുലിവാൽ കല്യാണം. ആ പാടിയാ മതിയോ? ഗുജറാത്തി കൽത്തളാതുള്ള സാധനം ഞാൻ വിട്ടുപോയി. എനിക്ക് ഓൺ സ്ക്രീൻ ഇപ്പൊ കാണുമ്പോൾ ലൈക്ക് സലീമേട്ടൻ്റെ വെച്ചിട്ട് നമുക്ക് ഭയങ്കര വിഷമം വരും. ഭയങ്കര രസമുള്ള സിനിമ, അതിൽ ഭയങ്കര രസമുള്ള സിറ്റുവേഷനിലുണ്ടായ അതെ അതെ അതെ. അത് ആ പാട്ട് മാത്രല്ല, ഈ പറഞ്ഞ മാതിരി സിനിമയാണെങ്കിലും അതിൽ കുറേ മറ്റേ സലീമേട്ടന്റെ കുറേ മീംസ് കുറേ ഉണ്ട് അതില്. ഇങ്ങനെ ഒരു ഇറ്റേണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറേ ഡയലോഗ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗുജറാത്തി ബേണി സർ, ഇഗ്നേഷ്യസ് സർ അവരാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. കൈതപ്രം സാറിന്റെ വരികള്. അത് രസമായിട്ട് പാടിയ പാട്ടാണ്. അന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ കറുപ്പിനഴക് പാടി ജസ്റ്റ് റിലീസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കറുപ്പിനഴകിന്ന് പുറത്ത് വരണേ, അങ്ങനെയല്ല നമുക്കിത് പാടണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അത് പാടിപ്പിച്ചത്. ഇറ്റ് വാസ് ഫൺ. പിന്നെ അവര് ഭയങ്കര സ്വീറ്റാണ് രണ്ടുപേരാണെങ്കിൽ. ഇത്രയും നൈസ് ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് കാണാൻ കിട്ടില്ല. വെരി സിമ്പിൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് തന്നെ നമുക്ക്. ഗുജറാത്തിക്കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ, മയിലാട്ടത്തിൽ ഭംഗടാ ഭംഗടാ, കരകാട്ടത്തിൽ ഝങ്കടാ ഝങ്കടാ, ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ യാരെ 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 രംഗണ. ഗുജറാത്തിക്കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ, തോഴി. അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചൈതന്യ, താങ്ക് യു. ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകൾ തന്നതിനും ഇത്രയും നേരം പാട്ടുകളുടെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിനും വളരെ പേഷ്യൻ്റ് ആയിട്ടും വളരെ മനോഹരമായി സംസാരിച്ചതിനും താങ്ക് യു സോ മച്ച്. എനിക്ക് 1.5 മണിക്കൂർ എത്ര വേഗം പോയിന്ന് ഞാൻ അറിഞ്ഞു. ഞാനും പോയതറിഞ്ഞില്ല. താങ്ക് യു ഫോർ ആസ്കിങ് നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. പാട്ടിനെ കുറിച്ച് മാത്രമല്ല, ലൈഫിനെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ താങ്ക് യു. ഞാനും എൻജോയ് ചെയ്തു. താങ്ക് യു ഫോർ ഹാവിങ് മീ. താങ്ക് യു സോ മച്ച്.